പ്രചാരണം അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് നമുക്കൊപ്പം ചേരുകയാണ്. നിലമ്പൂരിന്റെ സ്നേഹം ഇതുപോലെ അറിഞ്ഞ ദിവസങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുള്ളൂ? അല്ല, ഇത് ഒരു പ്രത്യേക അനുഭവമാണ്. നിലമ്പൂരിൽ ആദ്യമായിട്ടാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ സമാനമായൊരു സാഹചര്യം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു പുതിയ അനുഭവമാണ്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെമ്പാടും ജനങ്ങൾ കാണിക്കുന്ന ഒരു കരുതലും ഐക്യദാർഢ്യവും സ്നേഹവും ഒക്കെ ഈ അളവിൽ അനുഭവിക്കത്തക്ക ഒരു സന്ദർഭം മുൻപുണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു പുതിയ അനുഭവമാണ്. നിലമ്പൂരിൽ പൊതുവെ സ്നേഹസമ്പന്നരായ ആളുകളാണ്. പലപ്പോഴും അവരുമായി ഇടപെടുന്ന സമയത്തൊക്കെ നമുക്കത് അനുഭവപ്പെടുമെങ്കിലും തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ തുടർച്ചയായി എല്ലാ മിനിറ്റിലും എല്ലാ പ്രദേശത്തും കടന്നു ചെല്ലുമ്പോഴും ഉണ്ടാകുന്ന അനുഭവം അത് പ്രത്യേകമായ അനുഭവമാണ്. അത് വളരെ ആവേശകരമായിട്ടുള്ളതാണ്. അത് ഇപ്പോൾ ഉള്ള ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ എത്തുമ്പോ ആളുകൾക്ക് സ്ഥാനാർത്ഥി ഒന്ന് കാണണം, സ്വരാജിനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആവേശമാണ്. അതൊക്കെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യം വോട്ടായി മാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള ഒരു ബഹുമാനക്കുറവാണ്. അവരെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടി ഏൽപ്പിച്ചത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുത്ത് ഇവിടേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ 10-20 ദിവസങ്ങൾ കടന്നു പോകുന്നു. എന്ത് മാറ്റമാണ് ഈ ദിവസങ്ങൾ എം സ്വരാജിലുണ്ടാക്കി? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. അപ്പോൾ പാർട്ടി എന്നെ ഒരു പ്രത്യേകമായ ദൌത്യം ഏൽപ്പിക്കുകയും ആ ദൌത്യമേറ്റ് ഞാൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത് പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. എല്ലാവരും കൂട്ടായിട്ടാണ്. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായി നിൽക്കണം. അപ്പോൾ നമ്മുടെ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെയുള്ള സമയത്ത് നമുക്ക് കുറെ ജീവിത ശൈലിയിലൊക്കെ കുറെ മാറ്റങ്ങൾ വേണ്ടി വരും. മുഴുവൻ സമയവും സ്ഥാനാർത്ഥിയായി പര്യടനം പരിപാടികളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യേകത അത് മുമ്പ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴും അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയുടേതായ തിരക്കുകളും മറ്റും സ്വാഭാവികമായിട്ട് വരും. അത് നമുക്ക് ഒരു പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായ പ്രശ്നമില്ല. ചിരിക്കുന്ന സ്വരാജിനെ ഇത്രയധികം കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത്രമാത്രം ചിരിക്കുന്ന സ്വരാജ്, ചേർത്ത് നിർത്തുന്ന സ്വരാജ്, ആർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്വരാജായി മാറിയിട്ടുണ്ടോ ഈ കാലം? അല്ലല്ല, ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പൊ ഞാൻ വോട്ട് ചോദിക്കുന്നത് സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്ത് സ്ഥാനാർത്ഥി അല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആരോടെങ്കിലും പോയി വോട്ട് ചോദിക്കുമോ? അവർ കരുതില്ല ഇയാൾക്ക് സുഖമില്ലാന്ന് കരുതില്ലേ. അപ്പൊ സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് നമ്മൾ വോട്ട് ചോദിക്കും, സ്ഥാനാർത്ഥി അല്ലാത്ത സമയത്ത് വോട്ട് ചോദിക്കില്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതല്ലാതെ എന്താ പറയാ, ചിരിക്കാത്ത മനുഷ്യനൊക്കെ പറഞ്ഞാൽ നമ്മളെ അറിയാത്തവർ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ അതിന് പ്രസക്തിയൊന്നുമില്ല, ഒരടിസ്ഥാനവും ഇല്ല. അതൊക്കെ വെറുതെ ഓരോ തമാശകളിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് തള്ളിക്കളയാവുന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എന്ത് ഉത്തരവാദിത്വവും ഏൽപ്പിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്, ഏത് സ്ഥാനവും വഹിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു വരവ് എത്രമാത്രം ഊഷ്മളത നൽകിയിട്ടുണ്ട് പ്രചരണം? മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തീർച്ചയായും വളരെ അഭിമാനകരമായ ഒന്നാണ്. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഹൈസ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു SFIയുടെ. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായിരുന്നു, SFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇതൊക്കെ ഒരു 20 വയസ്സിന് മുൻപാണായിരുന്നു. പിന്നീട് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായി, DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായി, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായി. ഇങ്ങനെയുള്ള വളരെ സുപ്രധാനമായ ചുമതലകളെല്ലാം വിവിധ കാലങ്ങളിൽ എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അത്തരം ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ചുമതലകൾ ഏറ്റെടുത്തത് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യവുമുണ്ട്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ അഭിമാനകരമാണ്, വളരെ ആഹ്ലാദം പകരുന്നതുമാണ്. മുഖ്യമന്ത്രി വരുന്ന പരിപാടികൾ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. ഇന്നലെ നിയോജകമണ്ഡലത്തിൽ പൊതുവെ മഴയായിരുന്നു, പരക്കെ മഴയായിരുന്നു. ഒരു മഴയുടെ അന്തരീക്ഷത്തിലാണ് 2 പരിപാടിയും, ചുങ്കത്തറയിലെയും മൂത്തേടത്തെയും പരിപാടി. സാധാരണ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പ്രായോഗികമായ വിഷമതകൾ ഉണ്ടാവും. പക്ഷേ ഇന്നലെ എല്ലാവരുടെയും പ്രതീക്ഷയെ കവച്ചുവെക്കും വിധം മഴയെല്ലാം അവഗണിച്ച് പ്രകൃതിയുടെ ചില പ്രയാസങ്ങളെയെല്ലാം മറികടന്ന് ആയിരങ്ങൾ ആർത്തിരമ്പിയ വലിയ പരിപാടിയാണ്. അപ്പോൾ അതെല്ലാം ആകാശത്തോളം പ്രവർത്തകരുടെ ആവേശം എത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം മണ്ഡലത്തെ
ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ച അനുഭവമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. മാധ്യമങ്ങളെ അതിലെ തെറ്റുകുറ്റങ്ങളെ വിമർശിക്കുന്ന ഒരു സമീപനം എപ്പോഴും എടുത്തിട്ടുണ്ട്. അത് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാധ്യമങ്ങളുടെ പ്രതിപക്ഷത്ത് എന്ന നില പലപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് മാധ്യമങ്ങളുടെ സ്വരാജിനോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നോക്കിക്കാണും? നോക്കൂ, ഏതെങ്കിലും തരത്തിലൊരു പകരം വീട്ടുന്നുണ്ടോ? എന്നോടുള്ള സമീപനം എനിക്കൊരു പ്രശ്നമേ അല്ല. കാരണം ഞാനൊരു വ്യക്തി എന്ന നിലയിൽ മാധ്യമങ്ങൾ എന്നോട് എന്ത് സമീപനം സ്വീകരിച്ചാലും അതിലൊരു പരിഭവമുള്ള ആളോ പ്രശ്നമുള്ള ആളോ അല്ല ഞാൻ. ആ നിലയിലൊരു പരാതി ഞാൻ ഉന്നയിച്ചിട്ടുമില്ല. എന്നാൽ പൊതുവായി മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം, അവരുടെ ശൈലി, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം, അത്തരം കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അത് തുടർന്നും വിമർശിക്കും. മാധ്യമ വിമർശനം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് ലോകമെമ്പാടും അങ്ങനെയാണ്. അപ്പോൾ അതിൽ മൂലധന താല്പര്യങ്ങളും കോർപ്പറേറ്റ് താല്പര്യങ്ങളും ഒക്കെ ഇടകലർന്നിട്ടാണുള്ളത്. ലോകത്തിൽ എല്ലായിടത്തും അത്തരം കാര്യങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ആ ഒരു നില നമ്മളെല്ലാം സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിനപ്പുറം വ്യക്തിപരമായ ഒരു അകൽച്ചയോ ഇഷ്ടാനിഷ്ടത്തിന്റെ പ്രശ്നമോ ശത്രുതയോ ഒന്നും ഒരു കാലത്തും ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങളോടും അങ്ങനെ ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് മാധ്യമങ്ങൾക്ക് സൗഹൃദമാണ്. അല്ല, എല്ലാവരോടും സൗഹൃദമാണല്ലോ. മാധ്യമങ്ങളോട് മാത്രമല്ല, എല്ലാവരോടും സൗഹൃദമാണ്. എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കും, വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കും. ഞങ്ങൾ സ്വയം വിമർശനം തന്നെ നടത്തുന്നവരാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തന്നെ ഞങ്ങൾ വിമർശനപരമായി പരിശോധിക്കുന്നവരുമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മാധ്യമങ്ങളുടെയും പ്രചരണ രീതി, അല്ലെ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി സൂക്ഷ്മമായിട്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും വ്യത്യസ്തമായിട്ടോ അല്ലെങ്കിൽ വസ്തുതാപരമല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പൊ എനിക്ക് പറയാം. എല്ലാ മാധ്യമങ്ങളും അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നില്ലല്ലോ. എന്നാലും ഇപ്പോൾ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണച്ചു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ടെലിവിഷൻ ചാനൽ സ്വാഭാവികമായിട്ട് UDF-നെ വിജയിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രവർത്തന രീതി രൂപപ്പെടുത്തും. അത് പലരും എന്നോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പം മീഡിയ വൺ TV UDF-ന്റെ പിന്തുണ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചതോടെ അവരുടെ ഒരു പ്രചരണ മാധ്യമമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. മറ്റ് ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും എന്റെ ശ്രദ്ധയിൽ ഇപ്പോഴില്ല. ഞാൻ അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നുമില്ല. ഇവിടെ ഇപ്പോ കേരളത്തിലെ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ സ്വരാജിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും എന്ന രണ്ടായി പിളർന്നിരിക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആവശ്യമേ ഇല്ല. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എഴുത്തുകാർക്കിടയിൽ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിടയിൽ സ്വാഭാവികമായും നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാവണം എന്നാണ് എന്റെയും അഭിപ്രായം. അതില് ഒട്ടേറെ പേർ പുരോഗമനോന്മുഖമായ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അവർ അവരുടെ നിലപാട് പറഞ്ഞു. അപ്പൊ അതിനെതിരായി ഉയർന്ന ശബ്ദം അങ്ങനെയൊന്നും പറഞ്ഞുകൂടാന്നാണ്. അയ്യോ, നിങ്ങൾ അങ്ങനെ പറയണം, മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നിർഭയം അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. മറ്റു ചിലർ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പറയാൻ മടിയാണ്. പുറത്തു പറയാൻ മടിക്കുന്ന അഭിപ്രായമുള്ളവർ നിശബ്ദരായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നിശബ്ദരായിരിക്കണമെന്നാണ്. അത് വിലപ്പോകുന്ന ഒരു കാര്യമല്ല. രണ്ട്, അങ്ങനെ അഭിപ്രായം പറയുന്നവരെ അധിക്ഷേപിക്കുക, വ്യക്തിഹത്യ നടത്തുക, അശ്ലീലം പറയുക, തെറി വിളിക്കുക. നിലമ്പൂർ ഐഷ പോലും ആക്രമിക്കപ്പെട്ടില്ലേ? എത്ര വയസ്സുള്ള ഒരാളാണവർ. കേരളം തന്നെ മാതൃസ്ഥാനത്ത് കാണുന്ന കേരള നാടകവേദി ലോകത്തിന് സംഭാവന ചെയ്ത മഹതിയായ ഒരു കലാകാരിയാണ്. യാഥാസ്ഥിതികത്വത്തിനെതിരായി ഒരു കാലത്ത് കത്തിജ്വലിച്ചു നിന്ന ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട, വെടിയുണ്ടയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട, അങ്ങനെ മഹത്തായ ഒരു പോരാട്ട പാരമ്പര്യമുള്ള നിലമ്പൂർ ഐഷയെ ഈ പ്രായത്തിൽ അങ്ങനെ അധിക്ഷേപിക്കാനോ ആക്രമിക്കാനോ ഒരു മടിയും UDF-ന് തോന്നിയില്ലല്ലോ. KR മീര ഒരാമുഖവും ആവശ്യമില്ലാത്ത മലയാളത്തിലെ എഴുത്തുകാരിയാണ്. അവരുടെ അഭിപ്രായം പറഞ്ഞു എന്ന കാരണം കൊണ്ട് എത്ര ഹീനമായിട്ടാണ് അവരെ വേട്ടയാടിയിട്ടുള്ളത്. ഹരിത സാവിത്രി, ഞാൻ ഈ വനിതകളുടെ പേര് പറഞ്ഞ് വനിതകളെ എളുപ്പത്തിൽ അധിക്ഷേപിച്ച് അവരെ നിശബ്ദരാക്കി കളയാം എന്ന ഒരു പുരുഷ മേധാവിത്വപരമായ ജനവിരുദ്ധ നിലപാട് കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതല്ലാത്തവരെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കാൻ. അതേസമയം അദ്ദേഹത്തിന്റെ UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ ഒരു ചലച്ചിത്രതാരം തന്നെ പങ്കെടുക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ ഞങ്ങളാരും വിമർശിച്ചില്ലല്ലോ. ഞങ്ങളാരും അദ്ദേഹത്തെ വിമർശിച്ചു. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാട് പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് നമ്മൾ മാനിക്കേണ്ടതാണ്. ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്.